ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തംബ്നെയിലും കാണുന്നത് കണ്ട പോലെ തന്നെ നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് ക്രെഡിറ്റ് കാർഡ്, പുതിയ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എല്ലാ ക്രെഡിറ്റ് കാർഡിനും ഇല്ല. എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ പുതിയ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ അപ്ലിക്കേഷൻസ് ഒന്നും നമ്മുടെ എംഎക്സ് അല്ലെങ്കിൽ അമേരിക്കൻ എക്സ്പ്രസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാകുന്നില്ല. അത് RBIയുടെ റൂളിൻ്റെ ഒരു ഇഷ്യൂസ് ആയിരുന്നു. അതൊരു എന്താ പറയുക, അതിനെ നമ്മുടെ എന്താ പറയുക, ആ റൂളായിട്ട് കോംപ്ലയൻസ് ആവാൻ വേണ്ടിയിട്ട് കുറേ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ടെമ്പറലി നമുക്ക് സ്റ്റോപ്പ് ഇതൊക്കെയായിരുന്നു. അതിപ്പോൾ ആക്ച്വലി ഇപ്പോൾ എല്ലാ കാർഡുകൾക്കും വന്നിട്ടില്ല. 2 കാർഡുകൾക്ക് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 2 കാർഡുകൾ എടുക്കാനുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ എംഎക്സിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ക്രെഡിറ്റ് കാർഡ്സ് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതൊക്കെ കാർഡാണ് സംഭവമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മുടെ 2 ചാനലുകൾ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തവർ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക പേജ്. അങ്ങനെ നിങ്ങൾക്കാണെങ്കിൽ മെസ്സേജ് ഓപ്ഷൻ കിട്ടും, നിങ്ങൾ അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാട്ടെ. ടെലിഗ്രാം ചാനൽ കാണാത്തവർ പോയി കണ്ടുവെക്കുക, ഫോളോ ചെയ്യുക. നമ്മളതിൽ ഡീൽസും ലിങ്ക്സുകളൊക്കെ അയക്കുന്നതാണ്, മറക്കണ്ട. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. പുതിയ ചാനൽ GSH വേൾഡ് കാണാത്തവർ പോയി കണ്ടുവെക്കുക, നമ്മളതിൽ ഫുള്ളി ടെക്കാണ്. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് മെയിൻ കണ്ടന്റ്സിലേക്ക് 2 കാർഡാണ് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിക്കുന്നത്. പ്ലാറ്റിനം റിസർവും പ്ലാറ്റിനം ചാർജ് കാർഡും. അതൊക്കെ എംഎക്സിന് 2 കാറ്റഗറി കാർഡുകളുണ്ട്. അതായത് ക്രെഡിറ്റ് കാർഡും ഉണ്ട്, ചാർജ് കാർഡും ഉണ്ട്. ചാർജ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി ലിമിറ്റ് കൂടുതലായിരിക്കും, പക്ഷേ നമുക്ക് EMI ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. പക്ഷേ നോർമൽ ക്രെഡിറ്റ് കാർഡായിട്ട് ഡബിൾ ലിമിറ്റ് കിട്ടും നമുക്ക്. പക്ഷേ അതിൽ EMI ഫെസിലിറ്റീസ് ഇല്ല, അതാണ് വ്യത്യാസം വരുന്നത് മെയിനായിട്ട്. അതിൽ നമുക്ക് ലിമിറ്റ് എന്നല്ല അവർ പറയുക, അതിൽ നമുക്ക് പർച്ചേസിങ് പവർ എന്നൊക്കെ പറയില്ല. അപ്പോൾ ആ പരിപാടിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് പ്രീമിയം കാർഡുകളാണ് അവർ ഇപ്പോൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഈ പ്ലാറ്റിനം റിസർവ് ക്രെഡിറ്റ് കാർഡും പ്ലാറ്റിനം ചാർജ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നതും രണ്ടും ഒരു ഹൈ പ്രീമിയം കാർഡുകളാണ്. ഇപ്പോൾ പ്ലാറ്റിനം ചാർജ് കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആനുവൽ ചാർജ് 65,000 രൂപ പ്ലസ് GST ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയണമെന്ന് ആവശ്യമെന്ന് വെച്ചാൽ എനിക്ക് ചാൻസ് കുറവായിരിക്കും. അൺലിമിറ്റഡ് എയർപോർട്ട് ലോയേഴ്സും കാണാനൊക്കെ ഉള്ളൊരു കാർഡാണ്, ഭയങ്കര ഹൈ പ്രീമിയം കാർഡാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഡീറ്റെയിൽ പറയണമെന്ന് വിചാരിക്കുന്നു, ആരും ഇൻട്രസ്റ്റഡ് ഉണ്ടാവില്ല. അടുത്ത് നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ പ്ലാറ്റിനം റിസർവ് ക്രെഡിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ആനുവൽ ചാർജ് വരുന്നത് 10,000 രൂപ പ്ലസ് GST ആണ്. ഇതൊരു പ്രീമിയം കാർഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മിഡിൽ കാറ്റഗറിയിൽ വരുന്ന ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് എക്കോ ട്രാവൽ പ്ലസ് മെമ്പർഷിപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്, താജിൻ്റെ മെമ്പർഷിപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ മന്ത്ലി സ്പെൻഡ് 50,000 നിങ്ങൾ മന്ത്ലി സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മൂവി വോച്ചറോ അല്ലെങ്കിൽ ഷോപ്പിംഗ് വോച്ചർ വേർത്ത് ₹1000 കിട്ടുന്നുണ്ട്. പിന്നെ ഒരു റിവാർഡ് പോയിന്റ് ആണ് ഇവർ ₹50 സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ റിവാർഡ് റേറ്റും അത്യാവശ്യം നല്ലതാണ്. ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ₹1. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ 2 കാർഡുകളുടെ ഡീറ്റെയിൽസുകൾ. അപ്പോൾ ഇനി വഴിയെ ബാക്കിയുള്ള കാർഡുകളും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവട്ടെ. എന്താ വെച്ചാൽ ഇതിൻ്റെ ബേസിക് കാർഡായിട്ടുള്ള നമ്മുടെ സ്മാർട്ട് ടേൺ കാർഡ് ഉണ്ടല്ലോ എംഎക്സിൻ്റെ, അതും ഇനിയിപ്പോൾ വഴിയെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ ഇവരുടെ 3 കാർഡ് ഉപയോഗിക്കുന്നതാണ്. ഞാൻ ചാർജ് കാർഡ് പറഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട്, 2 ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ഏറ്റവും ബേസിക് കാർഡ്, സ്മാർട്ട് ടേൺ കാർഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് 499 പ്ലസ് GST മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ കാർഡ് എടുക്കുമ്പോഴേ നമുക്ക് ലിമിറ്റ് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ഇവരുടെ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡാണ്. അതിന് നമുക്ക് 5,000 രൂപ പ്ലസ് GST ആണ് ആനുവൽ ചാർജൊക്കെ വരുന്നത്. പക്ഷേ നല്ല ബെനിഫിറ്റ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. എയർപോർട്ട് ലോയേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അമ്മയൊക്കെ ഡീവാല്യൂ ചെയ്തു, അതാണ് കുഴപ്പം. നമുക്ക് എംഎക്സിൻ്റെ ഓഫറൊക്കെ വരുമ്പോൾ ആമസോണിൽ ഇടയ്ക്കിടയ്ക്ക് എംഎക്സിൻ്റെ ഓഫർ വരുന്നുണ്ട്, 15% ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് കാർഡ് വേണമെങ്കിൽ ഉപയോഗിക്കട്ടെ, എല്ലാ കാർഡും അക്സെപ്റ്റഡ് ആണ്, അത് വേറെ കാര്യം. അപ്പോൾ ഇതൊന്നും ഇൻഫോം ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പറഞ്ഞൊന്നും ചെയ്യാൻ മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ നോക്കാനും മറക്കണ്ട കേട്ടോ.